ഡെമോക്രസി. എന്താണ് ഡെമോക്രസി? പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴായിരിക്കും എല്ലാവരും ഈ ചോദ്യം കേട്ടിട്ടുണ്ടാവുക. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ ഇതിനുള്ള ആൻസർ എന്താണ്? അഫ്കോഴ്സ് ഡെമോക്രസി എന്ന് പറയുമ്പോൾ ഒരു ഗ്രീക്ക് വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. ഡെമോസും ക്രാറ്റോസും, പീപ്പിൾ ആൻഡ് റൂൾ, അതാണ് ശരിക്കുള്ളൊരർത്ഥം. പക്ഷെ ഇപ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ പലതാണ്. പീപ്പിളിൻ്റെ ഫ്രീഡവും അല്ലെങ്കിൽ ഫണ്ടമെൻ്റലായിട്ടുള്ള നമ്മുടെ അവകാശങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ടോ? പിന്നെ എബ്രഹാം ലിങ്കൺ ഡെമോക്രസിനെ പറ്റി പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. ഡെമോക്രസി ഈസ് എ ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ഇപ്പം അങ്ങനെയാണോ? ഔട്ട് ഓഫ് ദ ടോപ്പിക്കാണ് നമ്മുടെ, എന്നാലും ഇത് വെച്ചിട്ട് അത് തുടങ്ങാം. അപ്പോൾ ഇറ്റ്സ് മീ ഷൈസ്. നാലാമത്തെ വീഡിയോ ആണ്. 3 വീഡിയോ കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് കുറേ പേര് കുറേ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ചിലവർ ഒന്ന് നന്നാക്കണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പം എന്നോട് സംസാരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ അവരോട് സംസാരിക്കുന്ന രീതി തന്നെയാണ് ഇതിലും. അപ്പോൾ കേട്ടിരിക്കാൻ തോന്നുന്നുണ്ടെന്നൊക്കെ പറയും. പക്ഷേ എനിക്കറിയാം ഞാനൊരു തണുത്ത മട്ടിലാണെല്ലാം പറയണേന്നുള്ളത്. സംഭവം ഞാനിങ്ങനെയാണ്. പക്ഷെ നല്ലതെന്നൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. നമ്മൾ പറയാൻ കേൾക്കണ ആൾക്കാരുടെ നിന്നൊക്കെ നല്ല വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ രസമല്ലേ? അപ്പോൾ ഞാനിങ്ങനെ ഡെയിലി വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ഞാനിങ്ങനെ എഴുതിയൊന്നും വയ്ക്കുന്നില്ല, ഇന്ന ദിവസം ഇന്ന ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ വീഡിയോ ചെയ്യണം, അപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ പറയാം. എൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങളുണ്ട്, പക്ഷേ എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എനിക്ക് പറയാണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഞാനൊരു ഇൻട്രോവേർട്ടാണ്. പക്ഷെ അങ്ങനെ പറയുന്നത് ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ ഇൻട്രോവേർട്ടായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കണ കാണുമ്പോൾ ചിലവർക്കത് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കില്ലേ, നീയൊക്കെ ഇങ്ങനെയാണല്ലേ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ചിലവർ മിസ് ചെയ്യണമെന്നൊക്കെ പറയും. മീൻസ് ഞാനിങ്ങനെ സംസാരിക്കണത് കേൾക്കുമ്പോൾ അവരായിട്ട് ഡിസ്കസ് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നാറുണ്ട്. 3 വീഡിയോ ആയിട്ടുള്ളൂ, അപ്പോഴേക്കാണ് 4ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ എപ്പോന്ന് കുറേ ഉപയോഗിക്കും കേട്ടോ. കാരണം അല്ലെങ്കിൽ അപ്പോൾ അതാണല്ലോ ഒരു ഇടയിൽ ഫില്ല് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം. അതുകൊണ്ടാണ് അതൊക്കെ മാറുമായിരിക്കും കേട്ടോ, ഗ്രാജുവലി മാറും, ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ടോപ്പിക്കൊന്നും എഴുതി വയ്ക്കില്ല, എനിക്കപ്പോൾ തോന്നുന്നത് ഞാൻ പറയാം. അപ്പോൾ എനിക്ക് ഇന്ന് തോന്നിയത്, ഇപ്പം എൻ്റെ അനിയൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞ ഇപ്പം AI-നെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചത്. AI-നെ കുറിച്ച് ഞാനിപ്പോൾ അല്ലാതെ മെയിൽ നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതിനെക്കുറിച്ച് പറഞ്ഞൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AI ഉണ്ട്, അതിനെക്കുറിച്ച് എന്താ പറയണ്ടേ? AI-യോട് തന്നെ ചോദിച്ചപ്പോൾ AI-നെ കുറിച്ചിട്ട് ഞാനായിട്ട് ഇപ്പം എന്തിനു പറയേണ്ട ആവശ്യം? എനിക്കുണ്ടാവണ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറയാമെന്ന് മാത്രം. ഞാൻ AI-ൽ എന്തൊക്കെയാണ് ചോദിക്കാറ്, AI എന്തൊക്കെ തിരിച്ച് പറയാറ്, അപ്പോൾ നമുക്കുണ്ടാവുന്ന റിയാക്ഷൻ എന്താണ്? പരമാവധി നമ്മളെ എന്താ പറയുക, എൻകറേജ് ചെയ്യാനും അത്രയും നല്ല കോംപ്ലിമെൻറ്റ്സ് തരാനും ഇത്രയും നല്ലൊരു സംഭവം അതില്ല. ഞാനിങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ കാര്യമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും എൻ്റെ വർക്ക് ഞാൻ ഡൗട്ടായിരിക്കും. ഞാൻ എഡിറ്റിംഗ് ഒക്കെ ചെയ്യണതാണ്. അപ്പോൾ എനിക്ക് തോന്നും നല്ല വർക്കാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നേരെ അയാൾ ചോദിക്കും, ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നല്ലതാണോ? ഒരു ഗംഭീരം സീനാണ്, രക്ഷയില്ല എന്നൊക്കെ പറയും. അതുപോലെ നമ്മൾ പറയും, നമ്മളൊന്ന് എന്താ പറയുക, നമ്മൾ ഡൗണാണ്, അപ്പോൾ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇതാക്കാൻ നോക്കും, അല്ലെങ്കിൽ ഈ സംഭവം ഇങ്ങനെയാണ്, ശരിയാണോ എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നും. പിന്നെ ഇപ്പോഴത്തെ കാലത്തിൽ എല്ലാവർക്കും ഇപ്പോൾ നോട്ട്സ് റെഡിയാക്കാനും പിന്നെ എല്ലാത്തിനും, നോട്ട്സ് മാത്രമല്ല എല്ലാത്തിനും AI ഭയങ്കര ഉപകാരം ഉണ്ടല്ലോ. അപ്പം അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചേ.
അപ്പം ഞാനല്ല എപ്പോഴും AI യൂസ് ചെയ്യുന്ന ഒരാളാണ്. ChatGPT ആണെങ്കിലും ജെമിനി ആണെങ്കിലും ഒക്കെ ഞാൻ മാറി മാറി യൂസ് ചെയ്യും. പിന്നെ എൻ്റെ തംബ്നെയിൽസ് ആണെങ്കിലും ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പിന്നെ എനിക്ക് വല്ല ടോപ്പിക്കിലോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വന്നാലോ ഇതുപോലെ എനിക്കത് നല്ലത് ചീത്ത എന്നുള്ളത് ചിലപ്പോൾ അപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയില്ലേ, ആ സംഭവം എനിക്ക് വളരെ കുറവാണ്. പ്രസൻസ് ഓഫ് മൈൻഡ് എന്നാണ് പറയുക. അതായത് ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കണം, അതിൽ എന്താ തീരുമാനം എടുക്കേണ്ടതെന്നൊക്കെ പറയില്ലേ, അതെനിക്ക് പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇത് ഇവരോടൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ എന്നെ സഹായിക്കാറുണ്ട് ഇവർ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫോണുകൾക്കും ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യണ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ബിൽഡ് ചെയ്യണമെങ്കിൽ റാം വേണം, റോം വേണം, സ്റ്റോറേജ് സ്പേസ്, അതായത് ഹാർഡ് ഡിസ്ക് വേണം, SSD വേണം, മെമ്മറി കാർഡ് വേണം. അതിനൊക്കെ ഇത്രയും വില കൂടാൻ കാരണം ഈ AI തന്നെയാണ്. അതിലപ്പുറത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് അതും മനഃപൂർവ്വം ഇതുപോലെ വില കൂട്ടിയിരുന്ന സംഭവം തന്നെ എനിക്ക് തോന്നണേ. കാരണം അത്രയും ഒരു ഇൻഫ്ലമേഷൻ മാർക്കറ്റിൽ വരേണ്ട ഒരു കാര്യമില്ല. ഈ മോണോപ്പൊളി അല്ലത്, ഒരു 3 ബ്രാൻഡ്സാണ് മെയിനായിട്ട് ഇതിൽ. ബ്രാൻഡിൻ്റെ പേര് ഞാൻ പറയണില്ല. അത് മാറിയിട്ട് ചൈന വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ ചൈന എന്ന് പറയുമ്പോൾ നമ്മൾ പുച്ഛിക്കുന്നുണ്ടല്ലോ, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അവന്മാർ ഇടപെട്ടാലേ റെഡി ആവുള്ളൂ. ഫോണുകളുടെ കാര്യത്തിൽ നമുക്ക് ഇത്രയും വില കുറവിൽ ഇത്ര നല്ല ഫീച്ചേഴ്സ് കിട്ടുന്ന ഫോണിൽ ഇറക്കിയത് ചൈനക്കാരാണ്. അപ്പോഴാണ് ബാക്കി എല്ലാ കമ്പനികളും നമുക്ക് നന്നായി ഇറക്കാം. കാറുകൾ നമ്മുടെ നാട്ടിൽ MG പോലത്തെ വണ്ടികളും അല്ലെങ്കിൽ പിന്നെ കീയൊക്കെ വന്നു. എന്നാൽ ഈ സംഭവങ്ങളൊക്കെ വരുന്നത് ഇവിടുന്ന് ചൈനയാണ്. നമ്മുടെ നാട്ടിലും പല ബ്രാൻഡുകൾ, ഇപ്പോൾ ലാവ പോലത്തെ മൈക്രോമാക്സ് പോലത്തെ ബ്രാൻഡുകളൊക്കെ അവിടെ നിന്ന് റീബ്രാൻഡ് ചെയ്ത് വരുന്നതാണ് ചൈനയിൽ നിന്ന്. അല്ലാണ്ട് അവർ മെയ്ഡ് ഇൻ ഇന്ത്യ ഒന്നും നല്ലത് അസംബ്ലി ചെയ്യേണ്ടോ ചിലപ്പോൾ. അപ്പോൾ ചൈന വരണം മെയിനായിട്ട് ഈ റാമിൻ്റെ റോമിൻ്റെയും സ്റ്റോറേജ് സ്പേസിൻ്റെ ഒക്കെ കാര്യത്തിൽ. അപ്പോൾ നമുക്ക് നല്ല സാധനങ്ങൾ വിലക്കുറവിൽ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഈ റാമിൻ്റെയും റോമിൻ്റെയും കാര്യത്തിൽ, മീൻസ് AI കാര്യത്തിൽ. അപ്പോൾ AI കാര്യത്തിൽ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ AI പല ഗുണങ്ങളുണ്ട്. ഇപ്പോൾ പല സ്റ്റുഡൻസ് ആണെങ്കിലും പല ടീച്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പല എംപ്ലോയീസ് ആണെങ്കിലും ഒക്കെ, ഇപ്പോൾ ഞാനാണെങ്കിലും ഞാൻ നോട്ട്സ് റെഡി ആക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാനും എല്ലാത്തിനും നല്ലൊരു മെയിൽ അയക്കണമെങ്കിൽ പോലും അല്ലെങ്കിൽ നല്ലൊരു ഇംഗ്ലീഷിലൊരു റിപ്ലൈ ഒരാൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പോലും പലരും ഇപ്പോൾ AI യൂസ് ചെയ്യണില്ലേ? ഇല്ലേ, ഉണ്ട്. അങ്ങനെ തന്നെയാണ്. അപ്പോൾ AI കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ്? ദോഷങ്ങളൊന്നും പറയണില്ല. നമ്മൾ യൂസ് ചെയ്യണ പോലെയാണ് ദോഷങ്ങൾ. ഒരു കാര്യത്തിലും ദോഷങ്ങൾ പറഞ്ഞിട്ടൊന്നും ദോഷത്തിന് വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കണമെന്നില്ല. ഉണ്ടാക്കിയാണെങ്കിലും നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റണം അല്ലേ? നമുക്കെന്താ ബുദ്ധി ഇല്ലേ? കോമൺ സെൻസ് ഇല്ലേ? ഇപ്പോൾ AI ക്ലാസ്സിനെ കുറിച്ചൊക്കെ കുറേ പേര് പ്രൈവസി ഇഷ്യൂസൊക്കെ പറയുന്നുണ്ട്. ലൈറ്റ് പൊത്തി പിടിച്ചിട്ട് ഇതിപ്പോൾ AI ക്ലാസ് ആണെങ്കിൽ മീൻസ് മറ്റേ ക്ലാസ് ആണെങ്കിൽ മറ്റേ ക്ലാസ്സിൻ്റെ ഒരു സൈഡിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ മറ്റേ സൈഡിൽ ലൈറ്റ് എത്തും, നമുക്ക് റെക്കോർഡിംഗ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അത് കുറേ പേര് പ്രൈവസി ഇഷ്യൂസും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ കുറേ പേര് ഈ ലൈറ്റ് കളഞ്ഞിട്ട് ലൈറ്റ് അണച്ചിട്ട് അല്ലെങ്കിൽ ലൈറ്റ് മറച്ച് വെച്ചിട്ടൊക്കെ കുറേ പേര് ഷൂട്ട് ചെയ്യണമൊക്കെ ഉണ്ട്, അറിയാണ്ട് ഷൂട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളപ്പുറത്ത് അവർ മറ്റേക്കാർ ചെയ്യുന്നുണ്ട്, പുതിയ അപ്ഡേഷനൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നിട്ടുള്ളത് എന്തിനാ? നമുക്കൊരു തടസ്സം ഇല്ലാണ്ട് ഇപ്പോൾ ക്യാമറയിൽ മൊബൈലിൽ ഷൂട്ട് ചെയ്യുമ്പോഴോ നമ്മളതിലൂടെ ഫോണിലൂടെ കാണും. ഇപ്പോൾ ഈ ഷസം സെയിം സാധനം പറഞ്ഞിട്ട് ഞാൻ കോപ്പി അടിച്ചാന്ന് വിചാരിക്കരുത്, ആളുടെ ചാനൽ കാണണ്ടെങ്കിൽ. എനിക്ക് തോന്നിയിട്ടുള്ള സംഭവം തന്നെ അത്. നമ്മൾ മൊബൈലിലൂടെ കാണുമ്പോൾ ഒരു നല്ലൊരു കാഴ്ച കാണുമ്പോൾ, നിങ്ങൾ നല്ലൊരു സീനറി കാണാൻ പോയി, നല്ലൊരു മല, നല്ല കുന്ന്, നല്ല സൺറൈസ് എന്നൊക്കെ നിങ്ങൾ കാണാൻ പോയിട്ട് നിങ്ങൾ അതിലൂടെ എല്ലാം കാണണം. നല്ല മൊമെൻ്റ് ഉണ്ടാവണം, നല്ല മൊമെൻ്റ്. ഇപ്പോൾ നല്ലൊരു വെള്ളച്ചാട്ടം നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു വെടിക്കെട്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വല്ല അവാർഡ് ദാനം എന്ന് വിചാരിക്കാം. അതൊക്കെ മൊമെൻറ്റിൽ നടക്കുന്ന സംഭവം നമ്മൾ ഈ ചെറിയ സ്ക്രീനിലൂടെ നേരിട്ട് കാണുന്ന സംഭവം. അതില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനും നേരിട്ട് കാണാനും വേണ്ടിയിട്ടാണ് ഈ മറ്റേ ക്ലാസ് പോലത്തെ പരിപാടികളൊക്കെ. അപ്പോൾ അത് മിസ്യൂസ് ചെയ്യണം കുറേ പേര്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യണ പോലെ ഇരിക്കും എല്ലാ കാര്യങ്ങളും. അപ്പോൾ അത് യൂസ് ചെയ്യാം.
അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ആരെങ്കിലും ഓപ്പോസിറ്റ് ഇരുന്ന് എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഞാനിങ്ങനെ ഓർത്ത് പിടിച്ച ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇറിറ്റേഷനായിട്ട് തോന്നും. ഓ അപ്പോൾ എന്നൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ഈ വർത്താനം അല്ലെങ്കിൽ എൻ്റെ സംസാരമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ കൂടെ പോരാ, എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാനൊന്നും പറയില്ല. ഈ വീഡിയോൻ്റെ ലാസ്റ്റോ ഇടയിലോ എവിടെ ഞാൻ വെക്കില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാൻ സംഭവം പൈസ വേണം, പക്ഷേ അതിങ്ങനെ ആൾക്കാരോട് പറഞ്ഞ് ചെയ്യിപ്പിച്ച് അങ്ങനെയല്ല. ഇഷ്ടപ്പെട്ട മാത്രം ചെയ്താൽ മതി. ഞാൻ അങ്ങനെ ചെയ്യാറ്. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടണമെന്ന് ഞാൻ പറയില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാനെന്നാൽ പോകണം. അടുത്ത വീഡിയോയിലും കാണാം. ഞാൻ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യണ്ടാവും കാര്യങ്ങൾ. എൻ്റെ വീഡിയോസ് അല്ലാണ്ട് കറൻ്റ് നടക്കുന്ന ടോപ്പിക്സ് പറയാൻ എനിക്ക് ചിലപ്പോൾ ആ ടൈമിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പോവുക. പിന്നെ ആദ്യം പറഞ്ഞ കാര്യം, ഇൻട്രോയിൽ പറഞ്ഞ കാര്യം, അത് നമ്മളൊന്നിലേക്കും ഇടപെടാണ്ടിരിക്കണതും ശരിയല്ല എന്നാണ് എനിക്ക് തോന്നണേ. നമുക്കും വോയിസ് ഉണ്ട്, നമുക്ക് അധികാരമുണ്ട്. പിന്നെ നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റാൻഡ് വേണ്ടേ എല്ലാ കാര്യത്തിലും. നമ്മളെ ബാധിച്ചാൽ മാത്രമല്ലല്ലോ നാളത്തേക്കും കൂടി വേണ്ടേ. ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മുടെ മെത്തിക്ക് വരും, എല്ലാ കാര്യങ്ങളാണെങ്കിലും. അപ്പോൾ പറ്റാൻ ടൈമിൽ അല്ലാണ്ട് വെറുതെ ഇരുന്നിട്ട് അങ്ങോട്ട് പോയി ഒന്നിനും ചൊറിയാൻ അല്ലെങ്കിൽ ഒന്നിനും ചെയ്യാൻ നിൽക്കണ്ട. ശരിയല്ലാന്ന് തോന്നണത് തുറന്ന് പറയാൻ പഠിക്കണം, തുറന്ന് പറയാൻ പറ്റണം. പിന്നെ നാളേക്കും കൂടി എന്നുള്ളൊരു ചിന്ത അതെല്ലാവർക്കും വേണം. പിന്നെ ഇതൊക്കെ നമ്മുടെ ഔട്ട് ഓഫ് ടോപ്പിക്കാണ്. ഞാൻ അതൊന്നും പറയാനല്ല, പക്ഷേ ഇതൊക്കെ പറയണമെന്ന് എനിക്ക് തോന്നും. അപ്പോൾ ഇതൊക്കെയാണ്. ഓക്കെ, ബൈ.